ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കംപ്രസബിലിറ്റി ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഐഡിയൽ ഗ്യാസസ്, റിയൽ ഗ്യാസസ് കൺസെപ്റ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റാണ് കംപ്രസബിലിറ്റി ഫാക്ടർ. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പറയുന്ന കംപ്രസബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ യൂഷ്വലി നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ക്യാപിറ്റൽ Z വെച്ചിട്ടാണ് നമ്മൾ ഈ കംപ്രസബിലിറ്റി ഫാക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഈ Z-ൻ്റെ വാല്യൂ വെച്ചിട്ട് ഇപ്പം <1 greater>1 വരുന്ന കണ്ടീഷൻസ് വെച്ചിട്ട് അത് ഐഡിയൽ ഗ്യാസ്, റിയൽ ഗ്യാസസ് കണ്ടീഷൻ ആണോ, ദെൻ ടെമ്പറേച്ചർ, പ്രഷർ, ഇതിലേക്ക് വേരിയേഷൻസ് വരുമ്പോൾ ഈ കംപ്രസബിലിറ്റി ഫാക്ടറിനെ അത് ഏത് തരത്തിൽ ബാധിക്കുന്നു, അങ്ങനെ പല കൺസെപ്റ്റുമായിട്ട് അല്ലെങ്കിൽ പല ഐഡിയാസും ഈ ഒരു കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പല ഐഡിയാസ് ബേസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് എക്സാംസിന് ചോദിച്ച് കാണാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ കംപ്രസബിലിറ്റി ഫാക്ടറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് കംപ്രസബിലിറ്റി ഫാക്ടർ നോക്കാം. A new function called the compressibility factor denoted by Z can be used to quantify the degree to which the real gases deviate from ideal behavior. അപ്പം compressibility factor എന്ന് പറഞ്ഞാൽ it is actually a function used to define how much a real gas deviate from ideal behavior. അപ്പോൾ ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്നും എന്തുമാത്രം ഡീവിയേഷൻ സംഭവിച്ചു അല്ലെങ്കിൽ എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു എന്ന് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഈ പറയുന്ന കംപ്രസബിലിറ്റി ഫാക്ടർ Z എന്ന് പറയുന്നത്. ആൻഡ് കംപ്രസബിലിറ്റി ഫാക്ടർ Z-ൻ്റെ മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്നറിയോ? Z is equal to PV/RT എന്നാണ് കംപ്രസബിലിറ്റി ഫാക്ടറിന്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ കേട്ടോ. PV/RT ഓർത്ത് വെച്ചേക്കുക, ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. Z is equal to PV/RT. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ഐഡിയൽ ഗ്യാസസിന്റെ കേസിൽ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. PV is equal to nRT and for 1 mole of a gas PV is equal to RT എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കംപ്രസബിലിറ്റി ഫാക്ടർ Z-ന്റെ വാല്യൂ എന്തായിരിക്കും വരിക? അവരെ സംബന്ധിച്ചിടത്തോളം PV-യും RT-യും തുല്യമാണ് അല്ലേ. അപ്പോൾ PV/RT എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ. Z എന്ന് പറയുന്നത് PV/RT ആണ്. ഐഡിയൽ ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം PV is equal to RT ആണ്. അപ്പോൾ PV 5 ആണ്, RT-യും 5 ആണ്. അപ്പോൾ 5/5 എന്താ? 1. അപ്പോൾ തീർച്ചയായിട്ടും ഐഡിയൽ ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം കംപ്രസബിലിറ്റി ഫാക്ടർ Z-ന്റെ വാല്യൂ എന്താ വരിക? 1 ആണ് യൂഷ്വലി വരിക. ഓക്കെ, അപ്പോൾ നോക്കുക, the plot of the compressibility factor Z versus pressure reveals that the degree of departure from the optimum behavior. അപ്പോൾ യൂഷ്വലി ഞാൻ പറഞ്ഞു കംപ്രസബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്നും എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നാണ് യൂഷ്വലി കംപ്രസബിലിറ്റി ഫാക്ടർ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കംപ്രസബിലിറ്റി ഫാക്ടർ Z വേഴ്സസ് പ്രഷർ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വേരിയേഷൻസ് എത്രമാത്രം വേരിയേഷൻ അവിടെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, ഇനിയിപ്പം ഐഡിയൽ ഗ്യാസസിന്റെ കേസിൽ ഞാൻ പറഞ്ഞു PV-യും RT-യും തുല്യമായതുകൊണ്ട് PV/RT എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. സോ കംപ്രസബിലിറ്റി ഫാക്ടർ Z ഫോർ ഓൾ ഐഡിയൽ ഗ്യാസസ് ഈസ് ഈക്വൽ ടു 1 അറ്റ് ഓൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, ഇനി നോക്കാം, the temperature and pressure have no effect on the ideal gas which has an Z value of 1 at all temperatures and pressure. ഇനി നോക്കിക്കേ, Z-ന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു ഇപ്പം ഐഡിയൽ ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം Z-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ പ്രഷറിലും ടെമ്പറേച്ചറിലും വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ കംപ്രസബിലിറ്റി ഫാക്ടർ Z-ന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല, കാരണം അവിടെ ടെമ്പറേച്ചറിനും പ്രഷറിനും റോളൊന്നുമില്ല. എങ്ങനെ വന്നാലും Z-ന്റെ വാല്യൂ, കംപ്രസബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ് ഐഡിയൽ ഗ്യാസസിന്റെ കേസിൽ. അപ്പോൾ ടെമ്പറേച്ചറിനും പ്രഷറിനും അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും റോളോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഇല്ല, യാതൊരു റോളും ടെമ്പറേച്ചറിനും പ്രഷറിനും ഐഡിയൽ ഗ്യാസസിന്റെ കേസിൽ വരുന്നില്ല, കംപ്രസബിലിറ്റി ഫാക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നില്ല. ഓക്കെ, സോ ഫോർ നോൺ ഐഡിയൽ ഓർ റിയൽ ഗ്യാസസ്, അപ്പം നോൺ ഐഡിയൽ ഗ്യാസസ് അല്ലെങ്കിൽ റിയൽ ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം കംപ്രസബിലിറ്റി ഫാക്ടർ Z-ന്റെ വാല്യൂ എന്തായിരിക്കും വരിക? Z ഈക്വൽ ടു 1 ആണ് ഫോർ ഐഡിയൽ ഗ്യാസസ്. ഇപ്പൊ നോൺ ഐഡിയൽ ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നെങ്കിൽ <1 ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അത് <1 ആയിട്ടായിരിക്കും വരിക. ഓക്കെ, സോ ദസ് the value of Z determines the difference between the ideal gas and real gas behavior. The degree of gas non-ideality is represented by the difference between the unity and Z. അതായത് ഇവൻ നമുക്കറിയാം, ഇപ്പോൾ യൂഷ്വലി ഐഡിയൽ ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു കംപ്രസബിലിറ്റി ഫാക്ടർ Z-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് റിയൽ ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ Z-ന്റെ വാല്യൂ <1 ആയിരിക്കും, അല്ലെങ്കിൽ Z-ന്റെ വാല്യൂ <1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഗ്യാസിന്റെ കേസിൽ ഞാൻ കംപ്രസബിലിറ്റി ഫാക്ടർ മെഷർ ചെയ്തപ്പോൾ എനിക്ക് 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പറയാം
അത് ഐഡിയൽ ഗ്യാസ് ആയിരുന്നുവെങ്കിൽ എനിക്ക് 1 ആയിരുന്നു കിട്ടേണ്ടത്. ഇപ്പൊ റിയൽ ഗ്യാസ് ആയതുകൊണ്ടാണ് എനിക്ക് കംപ്രസബിലിറ്റി ഫാക്ടർ ഇസഡിന്റെ വാല്യൂ 2 കിട്ടിയത്. ഓക്കെ, അപ്പം 2 - 1 എന്ന് പറയുന്നത് എത്രയാ? 1 ആണ് ഡിഫറൻസ് അല്ലെ? ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ കിട്ടേണ്ടിയിരുന്നത് 1 ആണ്, ഇപ്പൊ 2 ആണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് പറയാം 1 യൂണിറ്റ് വേരിയേഷൻ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഈ ഒരു പർട്ടിക്കുലർ റിയൽ ഗ്യാസ് കാണിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ വേറൊരു ആളുടെ കേസിൽ ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിച്ച സമയത്ത് എനിക്കിപ്പോൾ 1.5 കിട്ടിയെന്ന് കരുതിക്കോ. അപ്പൊ ഐഡിയൽ ഗ്യാസ് ആയിരുന്നെങ്കിൽ 1 കിട്ടേണ്ട സ്ഥാനത്ത് ഇപ്പോൾ 1.5 കിട്ടിയെങ്കിൽ അവിടെ ഉണ്ടായ ഡീവിയേഷൻ എത്രയാ? 0.5 യൂണിറ്റ്സ് ഡീവിയേഷൻ അവിടെ സംഭവിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ റിയൽ ഗ്യാസസിന്റെ കേസിൽ നമുക്ക് ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് അവർ എത്രമാത്രം ഡീവിയേഷൻ പ്രകടമാക്കുന്നുണ്ട് എന്ന കാര്യവും നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണേ? അപ്പൊ നോക്കാം. Thus, the value of Z determines the difference between the ideal and real gas behavior, and the degree of gas non-ideality is represented by the difference between the unity and Z. അപ്പോൾ യൂണിറ്റി അല്ലെങ്കിൽ 1 ഉം Z for the real gas തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും ഒരു റിയൽ ഗ്യാസ് എത്രമാത്രം ഡീവിയേഷൻ കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് കിട്ടും. പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കോസസ് ഡീവിയേഷൻ ഫ്രം ദി ഓപ്റ്റിമൽ ബിഹേവിയർ ഇൻ ദി റിയൽ ഗ്യാസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഐഡിയൽ ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം ഇസഡിന്റെ വാല്യൂ എപ്പോഴും 1 ആണ്. അപ്പൊ ടെമ്പറേച്ചറോ പ്രഷറോ മാറിക്കഴിഞ്ഞാലും ഇസഡിന്റെ വാല്യൂവിൽ വ്യത്യാസം വരുമോ? ഇല്ല, അത് കോൺസ്റ്റന്റ് ആയിരിക്കും, 1 ആയിട്ട് തന്നെ റിമൈൻ ചെയ്യും. പക്ഷേ റിയൽ ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം അതാണോ കണ്ടീഷൻ? ഇസഡിന്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. <1 അല്ലെങ്കിൽ <1 ആണ് എപ്പോഴും. അപ്പോൾ ടെമ്പറേച്ചറിന്റെയോ പ്രഷറിന്റെയോ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസഡിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് റിമൈൻ ചെയ്യുമോ? ഇല്ല. അപ്പൊ ഐഡിയൽ ഗ്യാസസിനെ പോലെ ആണോ റിയൽ ഗ്യാസ് അവിടെ ബിഹേവ് ചെയ്തത്? അല്ല. ടെമ്പറേച്ചറിലോ പ്രഷറിലോ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ കംപ്രസബിലിറ്റി ഫാക്ടർ ഇസഡിന്റെ വാല്യൂവിലും എന്ത് ചെയ്യും? വ്യത്യാസം, ഡിഫറൻസസ് ഉണ്ടാവും. ഓക്കെ, when Z is less than 1, it is the negative deviation and it shows that the gas is more compressible than expected from the ideal behavior. ഇനി ഇസഡിന്റെ വാല്യൂ ഞാൻ പറഞ്ഞു റിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ <1 ആവാം അല്ലെങ്കിൽ <1 ആവാം. ഇനി എന്താണ് ഈ <1 ആൻഡ് <1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അത് ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിൽ സാധാരണ വരുന്നതാണ്. ഓക്കെ, ഇസഡിന്റെ വാല്യൂ, കംപ്രസബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ <1 ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി അത് റിയൽ ഗ്യാസസിന്റെ നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. നെഗറ്റീവ് ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെന്ന് വെച്ചാൽ ദീസ് ഗ്യാസസ് ആർ മോർ കംപ്രസബിൾ ദാൻ എക്സ്പെക്റ്റഡ് ഫ്രം ദി ഐഡിയൽ ബിഹേവിയർ. ഐഡിയൽ ബിഹേവിയർ വഴി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ ഗ്യാസ് മോർ കംപ്രസബിൾ ആണ്. അതുകൊണ്ടാണ് ഇസഡിന്റെ വാല്യൂ <1 വന്നത്. ഓക്കെ, എന്നാൽ ഇസഡിന്റെ വാല്യൂ <1 ആണെന്നുണ്ടെങ്കിലോ അവിടെ റിയൽ ഗ്യാസസ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കേട്ടോ. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന റിയൽ ഗ്യാസസിന്റെ കേസിലാണ് ഇസഡിന്റെ വാല്യൂ <1 വരുന്നത്. ആൻഡ് അവരുടെ കേസിൽ അത് എന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദ ഗ്യാസസ് ആർ ലെസ് കംപ്രസബിൾ ദാൻ എക്സ്പെക്റ്റഡ് ഫ്രം ദി ഐഡിയൽ ബിഹേവിയർ. അപ്പൊ ഐഡിയൽ ബിഹേവിയർ വഴി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ ഗ്യാസ് ലെസ് കംപ്രസബിൾ ആണ്. അതാണ് ഇസഡ് വാല്യൂ <1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇസഡ് വാല്യൂ <1 or ഇസഡ് വാല്യൂ <1 എന്ന് പറയുന്നത് റിയൽ ഗ്യാസസിന്റെ കണ്ടീഷൻ ആണ്. ഇനി <1 ഉം <1 തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? <1 എന്ന് പറയുമ്പോൾ ദ ഗ്യാസ് ഈസ് മോർ കംപ്രസബിൾ ദാൻ എക്സ്പെക്റ്റഡ് ഫ്രം ദി ഐഡിയൽ ബിഹേവിയർ. ആൻഡ് <1 എന്ന് പറയുമ്പോഴത്തേന് <1 എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? ദ ഗ്യാസ് ഈസ് ലെസ് കംപ്രസബിൾ ദാൻ എക്സ്പെക്റ്റഡ് ഫ്രം ദി ഐഡിയൽ ബിഹേവിയർ എന്നാണ് കേട്ടോ. അപ്പൊ അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം. അത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിനകത്ത് സാധാരണ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു പോയിന്റും കൂടിയാണ് കേട്ടോ. ഇനി ഇഫക്റ്റ് ഓഫ് പ്രഷർ വേരിയേഷൻസ് ഓൺ ഡീവിയേഷൻസ്. ഇനി പറയുന്ന കംപ്രസബിലിറ്റി ഫാക്ടർ ഇസഡിൽ നമ്മൾ പറഞ്ഞു റിയൽ ഗ്യാസസിന്റെ കേസിൽ ടെമ്പറേച്ചറും പ്രഷറും വേരി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇസഡിന്റെ വാല്യൂ മാറും. പക്ഷേ ഐഡിയൽ ഗ്യാസസിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇസഡ് കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചറും പ്രഷറും മാറിയാലും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇവരുടെ കേസിൽ അങ്ങനെയല്ല. ടെമ്പറേച്ചറും പ്രഷറും വേരി ചെയ്യുമ്പോഴത്തേന് കംപ്രസബിലിറ്റി ഫാക്ടർ ഇസഡിന്റെ വാല്യൂ മാറുന്നുണ്ട്. അതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഞാനിവിടെ ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ് ഈ 3 പേരുടെ കേസിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കണ്ടീഷനിൽ അവരുടെ കംപ്രസബിലിറ്റി ഫാക്ടർ ഇസഡും പ്രഷർ പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, N2, H2, CO2 3 ഗ്യാസസിന്റെ കേസിൽ ഈ കംപ്രസബിലിറ്റി ഫാക്ടർ ഇസഡും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ കേസിലും ടെമ്പറേച്ചറിനെ ഞാൻ കോൺസ്റ്റന്റ് ആക്കിയാണ് വെച്ചിട്ടുള്ളത്. നോക്കിക്കേ, നിങ്ങൾ സെയിം രീതിയിലുള്ള വേരിയേഷൻ ആണോ ഇസഡിന്റെ വാല്യൂവും പ്രഷറും തമ്മിൽ കാണിച്ചിട്ടുള്ളത്? അല്ലേ? ഇപ്പം ഹൈഡ്രജന്റെ കേസിൽ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടാണ് ആ ഒരു ഗ്രാഫ്, ഓൾമോസ്റ്റ് ഒരു റൈസിങ് ഗ്രാഫ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നൈട്രജന്റെ കേസിൽ വന്നപ്പം
ചെറിയൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. ആൻഡ് CO2ന്റെ കേസിൽ വന്നപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഡിപ്പ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് അപ്പം പലരുടെ കേസിൽ നമുക്ക് ഈ ഗ്രാഫ് വ്യത്യസ്ത രീതിയിൽ കിട്ടിയിട്ടുള്ളത് നോക്കിക്കേ. ഫോർ ഓൾ ദീസ് ഗ്യാസസ് Z ഈസ് പ്രാക്ടിക്കലി ഈക്വൽ ടു 1 അറ്റ് വെരി ലോ പ്രഷർ. നമ്മൾ ലോ പ്രഷർ കണ്ടീഷനിലാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, വെരി ലോ പ്രഷർ കണ്ടീഷനിലാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ യൂഷ്വലി എന്താണ് ഐഡിയൽ ഗ്യാസസിനെ പോലെ ബിഹേവ് ചെയ്യുകയും ചെയ്യും. അവരുടെ ഇസഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1 ഇക്വലന്റ് ആയിരിക്കുകയും ചെയ്യും. പക്ഷേ real gases behave almost perfectly at a low pressure condition, that is up to 10 atm, and as the pressure rises the hydrogen exhibit a steady increase in Z. As a result the H2 curve is higher than the ideal gas curve for all the pressure. For nitrogen and CO2 Z decreases at first because CO2 is the most easily liquefiable gas and it has the greatest drop in the curve. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എല്ലാവരുടെ കേസിലും നമ്മൾ റിയൽ ഗ്യാസസിന്റെ കേസിലാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ റിയൽ ഗ്യാസസിന്റെ കേസിൽ തീർച്ചയായിട്ടും പ്രഷർ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് കംപ്രസബിലിറ്റി ഫാക്ടർ ഇസഡിലും എന്ത് ചെയ്യും, ഡിഫറൻസസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു 0 to 10 atm പ്രഷർ വരെ, അതായത് ലോ പ്രഷർ കണ്ടീഷൻ ആണ്, ആ സമയത്ത് ഇസഡിന്റെ വാല്യൂ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ റിമൈൻ ചെയ്യും. പക്ഷെ ആ 10 atmനെ കാട്ടി കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് പ്രഷർ വേരി ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്തിനും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കംപ്രസബിലിറ്റി ഫാക്ടർ ഇസഡിനും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഹൈഡ്രജന്റെ കേസിൽ നോക്കിയപ്പോഴത്തേന് ഓൾമോസ്റ്റ് ഒരു ഇൻക്രീസിങ് കർവ് തന്നെയാണ് ഹൈഡ്രജന്റെ കേസിൽ. പക്ഷെ നൈട്രജന്റെ കേസിൽ ചെറിയൊരു ഡ്രോപ്പ് വന്നു. ആൻഡ് CO2ന്റെ കേസിൽ വന്നപ്പോഴത്തേന് നല്ലൊരു ഡ്രോപ്പ് വന്ന ശേഷമാണ് പിന്നെ കർവ് ഇൻക്രീസ് ചെയ്ത് പോയത്. അതെന്തുകൊണ്ടാണ്? CO2 എന്ന് പറയുന്നത് ഹൈലി ലിക്വിഫയബിൾ ഗ്യാസസ് ആണ്. അപ്പൊ ഹൈലി ലിക്വിഫയബിൾ ഗ്യാസസിന്റെ കേസിലാണ് ഇതേപോലെയുള്ള ഒരു ഡിപ്പ് വന്ന ശേഷം Z വേഴ്സസ് P ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു റൈസിങ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഇതിൽ ഏറ്റവും ലിക്വിഫയബിൾ ആയിട്ടുള്ള ഗ്യാസ് ഇപ്പൊ ABC എന്ന് തന്നിട്ട് ഏറ്റവും ലിക്വിഫയബിൾ ആയിട്ടുള്ള ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് A, ഇത് B, ഇതിനെ A എന്നും ഇതിനെ B എന്നും ഇതിനെ C എന്നും ഡിനോട്ട് ചെയ്തിട്ട് ഇതിൽ ഏറ്റവും ഈസിലി ലിക്വിഫയബിൾ ഗ്യാസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും? C ആയിരിക്കും. ആർക്കാണോ ഏറ്റവും കൂടുതൽ ഡിപ്പ് ഉണ്ടായിട്ടുള്ളത് അത് ഏറ്റവും ലിക്വിഫയബിൾ ആയിട്ടുള്ള ഗ്യാസിനാണ് കേട്ടോ. അപ്പൊ മോസ്റ്റ് ഈസിലി ലിക്വിഫയബിൾ ഗ്യാസിനായിരിക്കും ഗ്രേറ്റസ്റ്റ് ഡ്രോപ്പ് Z വേഴ്സസ് P കർവിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി അടുത്തത് ടെമ്പറേച്ചർ വേഴ്സസ് Z എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പ്രഷർ അല്ലേ ഇവിടെ പ്രഷർ തന്നെ ഞാൻ ടെമ്പറേച്ചർ വേരി ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രഷർ എക്സ് ആക്സിസിലും എടുത്തു, കംപ്രസബിലിറ്റി ഫാക്ടർ ഇസഡിനെ വൈ ആക്സിസിലും എടുത്തിട്ട് നേരത്തെ പോലെ തന്നെ ഞാൻ ഒരു പർട്ടിക്കുലർ, നേരത്തെ 3 ഗ്യാസസ് അല്ലേ നമ്മളെടുത്തത്, നൈട്രജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇവിടെ ഞാൻ നൈട്രജൻ എന്ന് പറഞ്ഞ ഒരു ഒറ്റ ഗ്യാസിനെ തന്നെയാണ് എടുത്തത്. പക്ഷേ 3 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ 200, 500, അതേപോലെ തന്നെ 1000 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ 3 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ കംപ്രസബിലിറ്റി ഫാക്ടർ വേഴ്സസ് പ്രഷർ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, as the temperature rises the deviation from the ideal behavior become more smaller and smaller and it shows that from the shape of the curve. നോക്കിക്കേ നിങ്ങൾ, ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷറും ടെമ്പറേച്ചറും വേരി ചെയ്താലും Z എന്ന് പറയുന്നത് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് റിമൈൻ ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ 200 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറഞ്ഞ സമയത്ത് നോക്കിക്കേ നല്ല രീതിയിലുള്ള ഒരു ഡിപ്പൊക്കെ ഉണ്ടായിട്ടാണ് റൈസ് ഉണ്ടായിട്ടുള്ളത് Z വാല്യൂവിൽ അല്ലേ. അതേപോലെ 500 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറച്ചുകൂടെ കൂട്ടിയപ്പോഴത്തേന് എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടായ ഡിപ്പ് കുറച്ചൊന്ന് കുറഞ്ഞു അല്ലേ. ദെൻ ടെമ്പറേച്ചർ ഞാൻ വീണ്ടും കൂട്ടി 1000 ഡിഗ്രി സെൽഷ്യസ് ആക്കിയപ്പോഴത്തേന് എന്ത് ചെയ്തു, അതാണ്ട് നല്ല രീതിയിൽ നമ്മുടെ ഐഡിയൽ ഗ്യാസിന്റെ കണ്ടീഷനുമായിട്ട് ക്ലോസ് ആയിട്ട് വരുന്നു അല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഒരു 2000 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ ഉയർത്തുമ്പോൾ എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് ഇതാണ്ട് ഐഡിയൽ ഗ്യാസസിനെ പോലെ ഇങ്ങനെ ടെമ്പറേച്ചർ ഉയർത്തുമ്പോൾ ആ ഇസഡിന്റെ വാല്യൂ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നു. അപ്പോൾ നോക്കിക്കേ നിങ്ങൾ, ടെമ്പറേച്ചർ കൂടിക്കൂടി വരുന്നതിനനുസരിച്ചിട്ട് ഇവർ ആരെ പോലെ ബിഹേവ് ചെയ്യുന്നു, അതായത് ആരെ പോലെ ബിഹേവ് ചെയ്യുന്നു നോക്കുക. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് Z കോൺസ്റ്റന്റ് ആയിട്ട് വരികയാണ് അല്ലേ. ടെമ്പറേച്ചർ കൂടുമ്പോൾ Z വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നു, മീൻസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ അവർ ആരെ പോലെ ബിഹേവ് ചെയ്യുന്നു, ഐഡിയൽ ഗ്യാസസിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. മനസ്സിലായോ? അതേപോലെ ഇവിടെ ലോ പ്രഷർ കണ്ടീഷൻസിൽ ഇവർ ലോ പ്രഷർ 1 to 10 atm പ്രഷറിൽ അവരെന്ത് ചെയ്യുന്നു, ഇസഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1 ആയിട്ട് തന്നെ റിമൈൻ ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, റൈസ് ചെയ്യുന്നത്. അപ്പൊ ലോ പ്രഷർ കണ്ടീഷനിലും
അവർ ഐഡിയൽ ഗ്യാസസിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിലും അവർ ഐഡിയൽ ഗ്യാസസിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. ആ സമയത്ത് ഇസഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. പക്ഷേ ഹൈ പ്രഷർ കണ്ടീഷൻസിലും ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇസഡിൽ നല്ല രീതിയിലുള്ള വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. <1 or <1 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം at lower temperatures the curve dips significantly and the slope of the curve is negative. അല്ലെ, ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ നല്ല രീതിയിൽ കർവ്സിന് ഡിപ്പ് ഉണ്ടാവുന്നുണ്ട്. As the temperature rises, the dip of the curve decreases and the curve's minimum vanishes at a certain temperature and remains horizontal for a wide range of pressure. പക്ഷേ ടെമ്പറേച്ചർ കൂടി വന്നതിനനുസരിച്ച് എന്ത് ചെയ്തു, ഈ ഡിപ്പ് അങ്ങ് ഇല്ലാണ്ടായിട്ട് അത് ഓൾമോസ്റ്റ് ഇതാണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. At this temperature, PV by RT is nearly equal and thus Boyle's law is satisfied, and as a result Boyle's temperature refers to the temperature of the gas and each gas has its own Boyle's temperature, thus 332 Kelvin for N2. അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂട്ടി ബോയിൽസ് ടെമ്പറേച്ചറിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് PV by RT എന്ന് പറയുന്നത് നിയർലി നമ്മുടെ 1 ഈക്വലൻ്റ് ആവും. അതായത് ഐഡിയൽ ഗ്യാസസിനെ പോലെ ഐഡിയൽ ഗ്യാസസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വലൻ്റ് ആവും. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണോ അത് PV by RT എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ആയിട്ട് മാറുന്നത്, ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിൽസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് ഓരോ ഗ്യാസസിന്റെ കേസിലും വേരി ചെയ്ത് വരും കേട്ടോ. നൈട്രജൻ ഗ്യാസിന്റെ കേസിൽ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് 332 കെൽവിൻ ആണെന്ന്. പക്ഷേ ഹൈഡ്രജന്റെ കേസിലോ ഓക്സിജന്റെ കേസിലോ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ വാല്യൂ അല്ല, ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ കേസിലും ഈ പറയുന്ന ബോയിൽസ് ടെമ്പറേച്ചർ ഡിഫറെന്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഏത് ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണോ അത് ആ ഒരു ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ പ്രകടമാക്കാനായിട്ട് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ബോയിൽസ് ലോ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്, അതിനെയാണ്, ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിൽസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. അത് ഓരോ ഗ്യാസിന്റെ കേസിലും വേരി ചെയ്ത് വരും. ഓക്കെ, അപ്പം അത്യാവശ്യം നമ്മൾ കംപ്രസബിലിറ്റി ഫാക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത്രയും പോയിന്റ്സ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും വരിക. അതായത് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഐഡിയൽ ഗ്യാസസിന്റെ കേസിൽ ഇസഡിന്റെ വാല്യൂ എന്ത് വരുന്നു, റിയൽ ഗ്യാസസിന്റെ കേസിൽ എന്ത് വരുന്നു, റിയൽ ഗ്യാസസിന്റെ കേസിൽ തന്നെ <1 വരുന്നത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, <1 വരുന്നത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ദെൻ ടെമ്പറേച്ചറും പ്രഷറും ഐഡിയൽ ഗ്യാസസിന്റെ കേസിലും റിയൽ ഗ്യാസസിന്റെ കേസിലും അവരുടെ ഇസഡിന്റെ വാല്യൂവിനെ ഏത് തരത്തിൽ അഫക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ റിയൽ ഗ്യാസസിന്റെ കേസിൽ ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോഴും പ്രഷർ വേരി ചെയ്യുമ്പോഴും അവരുടെ കംപ്രസബിലിറ്റി ഫാക്ടർ ഇസഡിന് എന്ത് വരുന്നു, അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ഈ കംപ്രസബിലിറ്റി ഫാക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് പലതവണയും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പോയിന്റ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വച്ചിരിക്കുക. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.